ലോ ഓഫ് അട്രാക്ഷനിൽ മാനിഫെസ്റ്റേഷൻ നടക്കാനായിട്ട് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഒരു കാര്യം നമുക്ക് നടന്നു കിട്ടാനായിട്ട് ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കും, അതിന് റിസൾട്ട് കിട്ടും. എന്നാൽ അടുത്ത ഒരു കാര്യത്തിന് വേണ്ടി ഈ സെയിം ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടാറില്ല. ഈ കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അതിലേക്ക് പോകും മുമ്പ് എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. ആദ്യമായി ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന ഒരാൾക്ക് എക്സൈറ്റ്മെന്റ് ആണ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ അത്രയും ട്രസ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളുടെ ബിലീഫ് എന്ന് പറയുന്നത് 100% തന്നെയായിരിക്കും. അതുകൊണ്ട് എനർജി വളരെ പവർഫുൾ ആയിരിക്കും. ആദ്യമായിട്ട് നമ്മളൊരു ടെക്നിക്ക് ചെയ്യുമ്പോൾ ആ ഹൈ എനർജിയിൽ മാനിഫെസ്റ്റേഷൻ നടക്കും. എന്നാൽ രണ്ടാമത്തെ തവണ ഈ സെയിം ടെക്നിക്ക് ചെയ്യുമ്പോൾ ഇതങ്ങ് വളരെ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് അങ്ങ് നടന്നു കിട്ടും എന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾ പോകാനായിട്ട് സാധ്യതയുള്ളതിനാൽ എനർജി ലോ ലെവലിലേക്ക് പോകും. ഇങ്ങനെ വരുന്നത് നമുക്കൊരു ഓവർ കോൺഫിഡൻസിന്റെ ഭാഗം കൂടിയാണ്. മിക്കവർക്കും ആദ്യത്തേത് വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടും. സ്വാഭാവികമായിട്ടും രണ്ടാമത്തേതും അതേപോലെ തന്നെ സിമ്പിളായി നടക്കുമെന്ന് വിചാരിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷനിൽ പൊതുവെ കോൺസെൻട്രേഷൻ കുറഞ്ഞു കാണാറുണ്ട്. ഓവർ തിങ്കിങ് എന്നത് മറ്റൊരു റീസൺ കൂടിയാണ്. ഇനി ഈ കാര്യം അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നടക്കുമോ ഇല്ലയോ എന്നൊരു ചിന്തയും നമ്മുടെ എനർജിയെ ലോ ലെവലിലേക്ക് കൊണ്ടുചെന്നാക്കും. ഡൗട്ട്സ് നിറഞ്ഞതായതിനാൽ പിന്നെ ആ ടെക്നിക്ക് നമുക്ക് വർക്ക് ആകാതെ വരും. ഓവർ അറ്റാച്ച്മെന്റ് ഈ ടെക്നിക്കുകളോട് വന്നു കഴിഞ്ഞാലും ഇതേ ടെക്നിക്ക് നമുക്ക് വർക്ക് ആവില്ല. ഓവർ അറ്റാച്ച്മെന്റ് ആകുമ്പോൾ ഇതെനിക്ക് കിട്ടിയേ തീരൂ എന്ന ആറ്റിറ്റ്യൂഡ് വരും. അപ്പോൾ എനർജി റെസിസ്റ്റൻസ് നമ്മൾ പോലും അറിയാതെ സംഭവിക്കാൻ ടെക്നിക്ക് സക്സസ് ആവാതിരിക്കുകയും ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഒരു ജോബിന് വേണ്ടിയിട്ട് 55x5 ടെക്നിക്ക് യൂസ് ചെയ്തു. അതിന് റിസൾട്ട് കിട്ടി. പിന്നെ ഞാൻ മണിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെയിം ടെക്നിക്ക് യൂസ് ചെയ്തു. അപ്പൊ ഈ ഒരു ടെക്നിക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജോബിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതേപോലെ തന്നെ ഈ ടെക്നിക്കിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ചെയ്യുന്ന നമ്മൾക്കൊരു ഫ്രീക്വൻസി ഉണ്ട്. ഒപ്പം യൂണിവേഴ്സിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒരുപോലെ മാച്ച് ആവുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ മണിക്ക് ഇതേപോലെ നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തു. പണത്തിന്റെ ഫ്രീക്വൻസിയും അതേപോലെ തന്നെ ബാക്കി പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഫ്രീക്വൻസി ലെവൽ കറക്റ്റ് ആയിട്ട് മാച്ച് ആവുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. ഇത് ഒരുപോലെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് നമ്മൾ തന്നെയാണ്. എല്ലാ കാര്യങ്ങളുടെയും എനർജി ലെവൽ എന്നത് വേറെ വേറെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ച് ഒരേ ടെക്നിക്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ എനർജി അതിനനുസരിച്ച് ആ ഒരു കാര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക, വൈബ്രേഷൻസ് മാച്ച് ആക്കുക. അപ്പം ഇതാണ് ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് ഒരുപാട് തവണ റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരു തവണ മാത്രം റിസൾട്ട് കിട്ടിയിട്ട് പിന്നെ അവിടെ സ്റ്റക്ക് ആയ ആളുകളുണ്ട്. അപ്പൊ അതുപോലെയൊക്കെയുള്ള ആളുകൾ റിസൾട്ട് കിട്ടിയവരും കിട്ടാത്തവരും പരീക്ഷിച്ച് നോക്കിയവരും എല്ലാം അവരവരുടെ എക്സ്പീരിയൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കാതിരിക്കുക.